ഹായ്, അസ്സലാമു അലൈക്കും. പനി മാറിയിട്ടില്ല. വീട്ടിലാണ് ഞാൻ ഇപ്പോൾ. കോട്ടയത്ത് മലപ്പുറം വന്നു. നാട്ടിൽ പോയിട്ട് അവിടുത്തെ കാലാവസ്ഥയും പൊടിയും കടിച്ചിട്ടു. ആ വീട് കുറേ വർഷമായിട്ട് പൂട്ടിയിട്ടുണ്ട്. ഒരു 6 മാസമായിട്ട് പൂട്ടിയിട്ടുണ്ട്. അവിടെ ക്ലീൻ ചെയ്യാനൊക്കെ പോയി പൊടിയടിച്ച് അതിൻ്റെ ജലദോഷവും പനിയൊക്കെയാണ്. തൊണ്ടയാണ് ഭയങ്കര പ്രശ്നം. ഒന്നും അനക്കാൻ പറ്റത്തില്ല. പഠിച്ചവനോട് പറയാം, ആർക്കും അള്ളാഹുവിലുള്ള അസുഖങ്ങളൊന്നും വരുത്താതിരിക്കട്ടെ. ഞാനിപ്പോൾ ഒരു ഓർമ്മനെ പോലും നോക്കിച്ച് എനിക്ക് ശീലവുമില്ല, എനിക്ക് ഓർമ്മയില്ല. എന്നുവെച്ചാൽ എനിക്ക് നാട്ടിൽ പോയി നിന്നിട്ട് ഒരു കാര്യമില്ല. എനിക്ക് അവിടെ ആകെ മിണ്ടുന്നത് സംസാരിക്കുന്നു. രണ്ട് കൂട്ടരുള്ളത്. വലിയ വീടൊന്നുമില്ല, ചെറിയ വീട്, അടുത്തടുത്ത് 2 വീടുകൾ. എന്നാലും എപ്പോഴും എല്ലാവരും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. ചൂടുവെള്ളത്തിനൊക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ആകുമ്പോൾ ഒന്നുമില്ലെങ്കിലും ഗ്യാസൊക്കെ ഉണ്ട്. അവിടെ ഒന്നുമില്ല. അങ്ങനെ ഞാൻ പോയിരുന്നു മലപ്പുറത്തോട്ട്. ഇവിടെ ആകുമ്പോൾ എനിക്ക് ഒരുപാട് നല്ല കൂട്ടുകാരും നല്ല ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്. എല്ലാവരും ചോദിക്കലുണ്ട് എന്ത് പറ്റി, എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പം എന്തായാലും ദുആ ചെയ്യുക എത്രയും പെട്ടെന്ന് മാറാനൊക്കെ. എനിക്ക് എണ്ണിച്ചിരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ, തീരെ വയ്യ. അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ പനിക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ട്, പിന്നെ ശരീരവേദനയൊന്നുമില്ല, ശ്വാസം മുട്ടുണ്ടാവും, തൊണ്ടയ്ക്ക് ഒരുമാതിരി കത്തി കുത്തി ഇറക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ കുറേ അസ്വസ്ഥത. പിന്നെന്ന് പറഞ്ഞാൽ തലവേദന. ഇവിടെ എല്ലാം അങ്ങ് ഭയങ്കര തലവേദനയാണ്. പിന്നെ ഇവിടെ ഈ കണ്ണിൻ്റെ ഈ ഭാഗത്തൊക്കെ വേദന ഒക്കെയാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ വരാൻ കാരണം എല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന്. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട്. ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും എല്ലാം, വാട്സപ്പിലും ഒക്കെ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസിൽ വന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പാട്ട് പാടണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ പാടാൻ പറ്റിയ ഒരവസ്ഥയിലല്ല. പാട്ടെനിക്ക് പാടാൻ അറിയില്ല, പക്ഷെ പാട്ടെനിക്കിഷ്ടമാണ് കേൾക്കാനും. എനിക്ക് പറ്റുന്ന മാതിരി പാടും, സപ്പോർട്ട് ചെയ്യുന്നവരും ചെയ്യും. പിന്നെ എല്ലാവരോടും ഞാൻ പറയലുണ്ട് എൻ്റെ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പക്ഷെ ആരും ചെയ്യുന്നില്ല. ചില ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, ചില ആൾക്കാരൊന്നും ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര മടിയാണ്. വേറൊന്നുമല്ല, നമ്മൾ ചിലപ്പോൾ വീഡിയോയിലങ്ങ് വലിയ ആളായി പോകുന്നുള്ളൊരു ഇത് മനസ്സിൽ ചിലവർക്കുണ്ടാവും കേട്ടോ, എല്ലാവർക്കും ഒന്നുമില്ല. കുറേ ആൾക്കാർ നല്ലത് ചിന്തിക്കും. അവർ രക്ഷപ്പെട്ടോട്ടെ, നമുക്കത് ചെയ്തു കൊടുക്കാം, നമുക്ക് എന്താ പറ്റുന്നത് ഒരു സബ്സ്ക്രൈബല്ല, വേറൊന്നും അല്ലല്ലോ അവർ ചോദിക്കുന്നത്. ചിലവരങ്ങനെ ചോദിക്കും, ചിലവരൊന്നും മൈൻഡ് ചെയ്യത്തേയില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ പറ്റുന്ന മാതിരിയൊക്കെ എനിക്ക് വീഡിയോ ചെയ്യാൻ അറിയാവുന്നവരൊക്കെ ഞാൻ ചെയ്ത് ഇടുന്നുണ്ട്. പറ്റുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ ഉള്ളൂ. പിന്നെ എന്തൊക്കെയുണ്ട്, എൻ്റെ ഫ്രണ്ട്സുകൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമായിരിക്കട്ടെ. ഓക്കെ. എൻ്റെ യൂട്യൂബ് ചാനൽ യദീറ എം എന്നാണ്, ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പനിയൊക്കെ മാറിയിട്ട് ഞാൻ പാട്ടിലൊക്കെ വരും. പക്ഷേ എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ എന്നാലും ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ സങ്കടത്തിൽ വോയിസ് കേട്ടതില്ല, വീഡിയോയിൽ വരത്തില്ല. സന്തോഷത്തോടെ വരിക. നമ്മളൊരു പണ്ടുള്ളൊരു പറയത്തില്ലേ, നമ്മൾ മരിച്ചു കിടന്നാലും ചിരിച്ച് തന്നെ മരിച്ചു കിടക്കണം. ആ ഒരു അവസ്ഥയാണ് ഞാൻ. ആ ഒരു കാര്യം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആർക്കും അസുഖങ്ങൾ കൊടുക്കാതിരിക്കട്ടെ, പനി ആർക്കും വരാതിരിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. മൈ ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ സ്വന്തം ഫ്രണ്ട്സുകളാണ്.